into the sea, for they were fishermen. And he said to them, "Follow me, and I will make you fishers of men." Immediately they left their net and followed him. And going on from there, he saw the other two brothers, James the son of Zebedee and John his brother, in the boat with Zebedee their father, mending their nets, and he called them. Immediately they left the boat and their father and followed him. Praise the Lord. മലയാളത്തിൽ വായിച്ചാൽ സ്തോത്രം. യേശു ഗലീല കടപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസ് എന്നു പേരുള്ള ശീമോൻ കടലിൽ വല വീശുന്നത് കണ്ടു. എൻ്റെ പിന്നാലെ വരുവീൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ച് അവന് ഗമിച്ചു. അവിടുന്ന് മുൻപോട്ട് പോയാറെ സെബെദിയുടെ മകൻ യാക്കോബും വല നന്നാക്കുന്നത് കണ്ടു. അവരെയും വിളിച്ചു. ഉടനെ പടകിനെയും അപ്പിനെയും വിട്ട് അവനെ അനുഗമിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാർക്ക് 1:16-20 വായിക്കുന്നില്ല. ഹല്ലേലൂയ. സമയം പോലെ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. Pretty much around the same thing, and elaborated version in hallelujah other gospels also. Praise the Lord. Mark, Luke, hallelujah, John, idellam hallelujah is same versions, elaborated way in a different narratives നമുക്ക് കാണുവാൻ കഴിയും. Praise the Lord. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ ശുശ്രൂഷിക്കുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ ഒരു വാക്ക് അവരോട് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു, ഫോളോ മീ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നോട് ചേർന്ന് പറയാമോ? ഹല്ലേലൂയ. ഫോളോ മീ. ഹല്ലേലൂയ. പാസ്റ്ററെ ഫോളോ ചെയ്യാനല്ല പറയുന്നത്, ഫോളോ ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഫോളോ ജീസസ് ക്രൈസ്റ്റ്. ഫോളോ മീ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ hallelujah the Christians mean, hallelujah, what is Christianity means. Hallelujah. Christianity, the word itself is meaning, hallelujah, follow Jesus Christ. Hallelujah. യേശുവിനെ അനുഗമിക്കുന്നവരാണ് ക്രിസ്തുവിൻ്റെ അനുയായികൾ. Praise the Lord. ക്രിസ്തുവിനെ ഹല്ലേലൂയ അനുഗമിച്ച് നടക്കുന്നവർ, അതാണ് ക്രിസ്ത്യാനികൾ. ഹല്ലേലൂയ. ക്രിസ്തുവിനെ വിട്ട് നടക്കുന്നവർ ക്രിസ്ത്യാനികളല്ല. പാപം ചെയ്ത് നടക്കുന്നവർ ക്രിസ്ത്യാനികളല്ല. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെതായ ഹല്ലേലൂയ മ്ലേച്ഛതകൾ ഹല്ലേലൂയ അനുഭവിച്ച് അറിഞ്ഞ് നടക്കുന്നവർ ക്രിസ്ത്യാനികളല്ല. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന്, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഹല്ലേലൂയ അകന്ന് ജീവിക്കുന്നവർ ക്രിസ്ത്യാനികളല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പുൽപിറ്റിൽ നിന്ന് ഹല്ലേലൂയ ഞാൻ ധൈര്യത്തോടെ പറയുകയാണ്, ദൈവത്തിന്റെ ഹല്ലേലൂയ മാറ്റമില്ലാത്ത വചനപ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച, ഹല്ലേലൂയ ദൈവത്തിന്റെ വചനപ്രകാരം സ്നാനപ്പെട്ട, ദൈവത്തിന്റെ വചനപ്രകാരം ഹല്ലേലൂയ ആത്മാഭിഷേകം പ്രാപിച്ച, ദൈവത്തിന്റെ വചനപ്രകാരം ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപ അനുഭവിച്ച, വേർപാടോടെ വിശുദ്ധിയോടെ കർത്താവിന്റെ വരവിന് വേണ്ടി ഹല്ലേലൂയ നോക്കി പാർക്കുന്ന വിശുദ്ധരും വിശുദ്ധമതികളുമായിരിക്കുന്ന ദൈവജനമാണ് ഹല്ലേലൂയ കർത്താവിന്റെ ഹല്ലേലൂയ കാൽച്ചുവടുകൾ പിൻപറ്റുന്നവര്. അവരാണ് ക്രിസ്ത്യാനികൾ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രമൊന്നും ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു കൺവെൻഷൻ പ്രസംഗമൊന്നുമല്ല. ഹല്ലേലൂയ. സഭായോഗമാണെന്നാൽ ഞാൻ സ്നേഹത്തോടെ ദൈവത്തോട് നിങ്ങളോട് പറയട്ടെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. If you follow the footstep of Jesus Christ, hallelujah, according to the word of God, according to the will of God, hallelujah, they are the one who called Christians. Praise the Lord. Hallelujah. ആ ദൈവത്തിന്റെ വചനം വ്യക്തമായി കർത്താവിന്റെ നാവിൽ നിന്ന് തന്നെ വന്നതായ വാക്കാണ്.
follow me. Praise the Lord. Hallelujah. കർത്താവിനെ അനുഗമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. Praise the Lord. Today I wanted to preach to you about, hallelujah, why Jesus picked the fishermen as disciples. Hallelujah. അതൊരു പ്രത്യേക ചോദ്യമാണ്. എന്തുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ why he was choosing a bunch of fishermen as his followers, as his disciples. Hallelujah. കർത്താവിന്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുവാൻ ഏതെങ്കിലും വലിയ യൂണിവേഴ്സിറ്റിയിലേക്ക് കയറി ചെന്നിട്ട്, ഹല്ലേലൂയ, എൻ്റെ ഇമാജിനേഷനാണ്, ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റി പോലുള്ള, ഹല്ലേലൂയ, അല്ലെങ്കിൽ ഹല്ലേലൂയ യെയിൽ യൂണിവേഴ്സിറ്റി പോലുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റിയിലേക്ക് വേണമെങ്കിൽ കർത്താവിന് കടന്നു ചെന്നിട്ട് ഏറ്റവും ടോപ്പ്, ഹല്ലേലൂയ, ക്വാളിറ്റിയുള്ള ഏറ്റവും ഹൈ റാങ്ക്ഡ്, ഹല്ലേലൂയ, ആളുകളെ തിരഞ്ഞെടുക്കാമായിരുന്നു. വലിയ വിസ്ഡമുള്ള പ്രൊഫസേഴ്സിനെ തിരഞ്ഞെടുക്കാമായിരുന്നു. എന്നാൽ കർത്താവ് അത് ചെയ്തില്ല. Praise the Lord. Hallelujah. Hallelujah. He could even go to, hallelujah, some religious leaders. Hallelujah. അവരുടെ അടുത്ത് കടന്നു പോകാമായിരുന്നു. വലിയ വലിയ മത നേതാക്കന്മാര്, ഹല്ലേലൂയ, അവർക്ക് അവരുടെ മുമ്പാകെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക്, സിനഗോഗുകളിലേക്ക്, അല്ലെങ്കിൽ മത നേതാക്കന്മാരുടെ അടുക്കലേക്ക്, വലിയ വലിയ ടെമ്പിളുകളിലേക്ക് ഒന്നും കർത്താവ് പോയില്ല. Praise the Lord. ഹല്ലേലൂയ. സർവശക്തനാകുന്ന ദൈവത്തിന്റെ അരുമകുമാരനാകുന്ന കർത്താവ്, our Lord Jesus Christ, he came from heaven. Hallelujah. Hallelujah. He promised to his Father, hallelujah, he will fulfill 33.5 years of the ministry in the face of the earth. Hallelujah. Only, hallelujah, he was preparing himself 30 years, hallelujah, for the 3.5 years of the ministry. Hallelujah. 30 വർഷമാണ് കർത്താവ്, ഹല്ലേലൂയ, മറഞ്ഞിരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച്, ദൈവത്തോട് ചോദിച്ച്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്നത്. ഹല്ലേലൂയ. കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ ഇന്ന് ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, ഹല്ലേലൂയ, കർത്താവ് അത്രയും കാലം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങിയെങ്കിൽ, ഹല്ലേലൂയ, ദൈവ പൈതലേ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിലെ, ഹല്ലേലൂയ, നിന്റെ കാത്തിരിപ്പ് വൃഥാവല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകതന്നെ ചെയ്യും. If you follow the footsteps of Jesus Christ, hallelujah, our God Almighty is going to give the authority, he is going to give the safety, he is going to give the, hallelujah, strength, he is going to give the healing, he is going to give the anointing, he is the one who is preparing you, he is the one who is molding you, he is the one who is shaping you, he is the one who is, hallelujah, preparing your heart and mind to do his will and his glory and his gospel. Hallelujah. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായി ദൈവജനം കാത്തിരിക്കുക. ദൈവത്തിന്റെ പൊന്നുനാമ മഹത്വത്തിന് വേണ്ടി നമ്മളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവം മാനിക്കും, ദൈവം ഉയർത്തും, ദൈവം നടത്തും. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Praise the Lord. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. ഇങ്ങനെ പോയ സമയം പോവല്ലോ. ഹല്ലേലൂയ. Why Jesus, hallelujah, picked the fishermen as disciples. 7 കാര്യങ്ങളുണ്ട്. സ്തോത്രം. സമയം കിട്ടുമോ അറിയത്തില്ല. ഒന്ന്, ഹല്ലേലൂയ, the fishermen. ഈ മുക്കന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം പഠിക്കുവാൻ കഴിയും. ഹല്ലേലൂയ, മുക്കന്മാരാകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ശരിയായ ഫിഷർമാൻ ആകണമെങ്കിൽ, ഹല്ലേലൂയ, ഉച്ചവരെ കിടന്നുറങ്ങിയ ഫിഷർമാൻ ആകത്തില്ല. You cannot be a fisherman, hallelujah, if you are lazy. Praise the Lord. Hallelujah. ലേസി അല്ലാത്തവരെ കിട്ടാൻ വേണ്ടിയാണ് കർത്താവ് ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്ത ഈ ഫിഷർമാൻമാര്. അവര് they get up early morning. ഹല്ലേലൂയ. ഏതൊരു നിങ്ങൾ തിരുവനന്തപുരം ഭാഗത്തല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്ത്, കോഴിക്കോട് ഭാഗത്തൊക്കെ കടലോര സ്ഥലങ്ങളിൽ ഉള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാവിലെ, അതിരാവിലെ 3 മണിക്ക്, 2 മണിക്ക്, 3 മണിക്ക് എഴുന്നേൽക്കുന്നൊരു സ്വഭാവമാണ് ഈ ഫിഷർമാൻ ഉള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു പ്രത്യേകമായ ട്രെയിനിങ് ഈ ഫിഷർമാന് ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് കർത്താവ് ഏറ്റവും കൂടുതൽ, ഹല്ലേലൂയ, അവരെ ഫോക്കസ് ചെയ്തത്. They get up in the morning and they don't have any problem. They are willing to
വർക്ക് ഓൾ ഡേ ആൻഡ് നൈറ്റ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് ചോദിക്കുക, ഒരു റിക്രൂട്ട്മെന്റിന് നമ്മളിവിടെ ജോലിക്ക് കടന്ന് ചെല്ലുമ്പോൾ ഹല്ലേലൂയ മാനേജർ ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ വർക്ക് സ്കെഡ്യൂൾ? ഹല്ലേലൂയ. നമ്മളെല്ലാവരും പറയും മൺഡേ ടു ഫ്രൈഡേ കിട്ടിയ വലിയ സന്തോഷമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതും രാവിലെ 7 to 3:30 ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അല്ലേ എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ കർത്താവിൻ്റെ വേളയിൽ if you are doing God's will, if you wanted to be a child of God, if you wanted to be a follower of Jesus Christ, hallelujah, number one quality, praise the Lord. ഞാനിവിടെ ഇരിക്കുന്നവരെ ആരുടെയും ജഡ്ജ് ചെയ്യാനും ഞാൻ പറയുന്ന ദൂതല്ല. സ്തോത്രം. നമ്പർ വൺ ക്വാളിറ്റി, റൈസ് അപ്പ് ഏർലി മോർണിംഗ്. പ്രൈസ് ദി ലോർഡ്. ഇന്നൊരു തീരുമാനമെടുക്കുക. ഹല്ലേലൂയ. ഞാൻ രാവിലെ 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നയാളാണ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ പാസ്റ്റർ എന്നുള്ള നിലയിൽ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ 5 മണിക്കാണ് എഴുന്നേൽക്കുന്നത് പതിവെങ്കിൽ ഹല്ലേലൂയ ഒരു അരമണിക്കൂർ കൂടെ നേരത്തെ നിങ്ങളുടെ അലാറം സെറ്റ് ചെയ്ത് വെക്ക്. ഹല്ലേലൂയ. എന്നിട്ട് എഴുന്നേറ്റിരുന്ന് മുട്ടിന്മേൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ സഭയോട് ദൈവാത്മാവ് സംസാരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ ജീവിതങ്ങളോടും ദൈവാത്മാവ് സംസാരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന എങ്ങനെ ഇരിക്കുന്നു? ഹല്ലേലൂയ. ദൈവത്തോട് ഹല്ലേലൂയ കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ക്രിസ്ത്യാനി എന്ന് അവകാശപ്പെടുന്ന ദൈവത്തിൻ്റെ പൈതലെ, വിശ്വാസി എന്ന് അവകാശപ്പെടുന്ന ദൈവത്തിൻ്റെ പൈതലെ, ഹല്ലേലൂയ, are you a child of God? Hallelujah. You need to get up in the morning and hallelujah cry out to the Lord. Hallelujah. Early morning hours. Hallelujah. You prepare your heart and mind. Hallelujah. To follow the footsteps of Jesus Christ. Hallelujah. Number 2, you should be willing to work all day and all night. Hallelujah. ഈ സുവിശേഷീകരണത്തിന് ഇന്ന സമയം ഹല്ലേലൂയ എന്നൊന്നുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. There are no schedule. Hallelujah. For the gospel work. Hallelujah. You can do 24 hours, 7 days in a week. Hallelujah. In the night and day, anytime you need to be prepared. You need to be ready. You need to hallelujah. Hallelujah. Proclaim the gospel no matter what. Praise the Lord. അങ്ങനെയുള്ള ഒരു ക്വാളിറ്റി ഉള്ള ആളുകളാണ് യഥാർത്ഥമായി ക്രിസ്തുവിനെ അനുകരിക്കുവാൻ ദൈവം വിളിച്ചു വേർതിരിക്കുന്നത്. Hallelujah. If you are a follower of Jesus Christ, you need to be willing. Hallelujah. 24 മണിക്കൂറും രാവിലും പകലും ഇല്ലാതെ അധ്വാനിക്കുവാൻ തയ്യാറായിട്ട് ഒരു പ്രിപ്പറേഷൻ, ഒരു മനസ്സ് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതല് ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഭായോഗം ഒരു 10 മിനിറ്റ് നീണ്ടുപോയാൽ ഹല്ലേലൂയ വേദവത്തിന്റെ വസ്ത്രത്തിന് സിപ്പിട്ട് ഇറങ്ങി നടന്നു നിൽക്കുന്ന പരിപാടിയല്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഹല്ലേലൂയ സുവിശേഷത്തിന് ഒരു സാധ്യതയുണ്ടെങ്കിൽ അതിനുവേണ്ടി കുറച്ച് സാക്രിഫൈസ് ചെയ്ത് ഹല്ലേലൂയ പോകുവാനും പ്രവർത്തിക്കുവാനുള്ള ഒരു മനസ്സ് ഒരു യഥാർത്ഥ ദൈവത്തിൽ വേണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുവേണ്ടി വീടുകൾ തുറക്കണം. അതിനുവേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ പേഴ്സുകൾ തുറക്കണം. അതിനുവേണ്ടി ഹല്ലേലൂയ ശരീരം, ഹല്ലേലൂയ മനസ്സ്, ബുദ്ധി, ആരോഗ്യം, ടാലന്റ് എല്ലാം ഉപയോഗിക്കുന്ന ഹല്ലേലൂയ വ്യക്തി ജീവിതങ്ങളെയാണ് കർത്താവിന്റെ ഫോളോവേഴ്സ് ആയിട്ട് ദൈവം വിളിച്ച് വേർതിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്പർ 3, staying away from home, hallelujah, and family long period of time. Praise the Lord. സ്തോത്രം. സ്തോത്രം. The third quality, praise the Lord, മൂന്നാമത്തെ ക്വാളിഫിക്കേഷൻ എന്തുവാ? ഹല്ലേലൂയ. വീട്ടിൽ നിന്ന് മാറി നിൽക്കുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ വേളയിൽ ഹല്ലേലൂയ സമർപ്പിക്കുന്ന ദൈവത്തിന് ബദലേ, are you a true follower of Jesus Christ? Hallelujah. You need to prepare your heart for the mission trip, for the mission work. Hallelujah. Hallelujah. ഇന്ന് വീട് വേണം, ജോലി വേണം, വരുമാനം വേണം, കുഞ്ഞുങ്ങളെ നോക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പേയ്മെന്റ് അടയ്ക്കണം. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും നടക്കണം. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ 24 മണിക്കൂർ ദൈവം ഒരു ദിവസം തന്നെങ്കിൽ, 7 ദിവസം ഒരാഴ്ചയെ തന്നെങ്കിൽ, ഹല്ലേലൂയ 52 ആഴ്ച ഒരു വർഷം തന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ ഇത്രയും ആയുസ് ദൈവം തന്നെങ്കിൽ, ഹല്ലേലൂയ, can you hallelujah look back
കയറിയു. മിററിൽ കൂടെ ഒന്ന് ഹല്ലേലൂയ പുറകോട്ടൊന്ന് നോക്കിക്കേ. സ്തോത്രം. ഇത്രയും വർഷങ്ങൾ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായ നന്മകളും അനുഗ്രഹങ്ങളും ദൈവം തന്നു. ഹല്ലേലൂയ. ജോലി തന്നു, വരുമാനം തന്നു, ആരോഗ്യം തന്നു, സൗഖ്യം തന്നു. ഹല്ലേലൂയ. തലമുറയെ തന്നു, വീട് തന്നു. ഹല്ലേലൂയ. എല്ലാ നന്മകളും, ആത്മീക നന്മകൾ, ഭൗമിക നന്മകൾ എല്ലാം ദൈവം വാരിക്കോരി തന്നു. എന്നാൽ എന്ത് ദൈവത്തിന് വേണ്ടി ചെയ്തു? പ്രൈസ് ദി ലോർഡ്. വാട്ട് ഡിഡ് യു ഡു ഫോർ ദി ലോർഡ്? ഹല്ലേലൂയ. ഒരു ദിവസമെങ്കിലും ഹല്ലേലൂയ ഒന്ന് മാറിയിരുന്ന് ഉപവസിക്കാൻ കഴിഞ്ഞോ? ഹല്ലേലൂയ. ഒരാഴ്ചയെങ്കിലും ദൈവസന്നിധിയിൽ വന്നിരുന്ന് ഒന്ന് കരയാൻ കഴിഞ്ഞോ? അല്ലെങ്കിൽ ഹല്ലേലൂയ ഒരു 2-3 days ഹല്ലേലൂയ can you spend time and go out and reach the gospel and share the gospel and give hallelujah the gospel and your testimony to others? Hallelujah. ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനും ദൈവത്തിന് വേണ്ടി പോകുവാനും hallelujah are you willing? Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം ഞാൻ ശക്തമായി ദൈവാത്മാവിൽ പറയുന്നു, hallelujah, are you willing to stay away from your home or all that hallelujah your schedule after schedule? Can you hallelujah put a schedule for the Lord? Hallelujah. ഹല്ലേലൂയ. ഇതൊക്കെ എന്തിനാ ഹല്ലേലൂയ ഞാൻ പറയുന്നത്? വീട്ടിൽ ചർച്ചിൽ ഒരു ഇടപ്രാർത്ഥന വെച്ചാൽ വരാൻ സമയമില്ല. ഹല്ലേലൂയ. ഒരു ഉപവാസ പ്രാർത്ഥന വെക്കണമെന്ന് ചോദിച്ചാൽ ആരും കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. എന്നാൽ ദൈവമക്കൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. If you are a true follower of Jesus Christ, hallelujah, can you put things in aside? Are you willing to hallelujah follow the footsteps of Jesus Christ? Are you willing to come and hallelujah learn yourself what God is planning on in your life? Praise the Lord. ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ഒരു ചോദ്യത്തോടുകൂടെ ഒരു ദിവസം തുടങ്ങിയാൽ ആ ദിവസം അനുഗ്രഹമാണ്. Praise the Lord. ഹല്ലേലൂയ. നമ്പർ 4, നാലാമത്തെ കാര്യമാണ് കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. ഹല്ലേലൂയ. The fourth quality is casting the net by faith. Hallelujah. Number 1 എന്തുവാ ഞാൻ പറഞ്ഞത്? Get up early morning. Number 2 എന്തുവാണ് പറഞ്ഞത്? Willing to hallelujah work all day and all night. Hallelujah. Number 3, staying away from the home and family long period of time. Hallelujah. Number 4, casting the net by faith. ഈ ഫിഷർമാൻ്റെ ഒരു പ്രത്യേകതയാണ്. ഹല്ലേലൂയ. അവർ നന്നാ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വളരെ ഇരുട്ടാണ്. സ്തോത്രം. ദ ഡാർക്ക്നെസ്. ഹല്ലേലൂയ. നമ്മളിവിടെ കേട്ടു. സ്തോത്രം. ദൈവത്തിന് കർത്താവിദാസൻ സങ്കീർത്തനത്തിൽ കൂടെ പറഞ്ഞു, even though I walk in the valley of the shadow of death, hallelujah, even though I walk in the darkness, even though I hallelujah am dealing with the dark forces, hallelujah, എന്നാൽ ഭയം കൂടാതെ നിന്നെ ഭയപ്പെടുത്തുന്ന ഇരുട്ടിന്റെ ശക്തിയോട് എതിർത്ത് നിൽക്കുവാനുള്ള ഒരു ബലം ഹല്ലേലൂയ കർത്താവിന്റെ ഫുട് സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്ന ശിഷ്യന്മാർക്ക് എങ്ങനെ ലഭിച്ചു? അവര് ഹല്ലേലൂയ ഇരുട്ടിനെ ഭയപ്പെട്ടില്ല. ഹല്ലേലൂയ. they were not hallelujah afraid of any kind of darkness. ഹല്ലേലൂയ. ഇരുട്ടിന്റെ ദിവസങ്ങൾ ഈ വരുന്ന വെള്ളിയാഴ്ച വരുന്നുണ്ട്. ഈ രാജ്യം ഹല്ലേലൂയ അന്ധകാര ശക്തികളെ ഹല്ലേലൂയ വിളിച്ചു വരുത്തുന്ന ഒരു ദിവസമായിട്ട് മാറുന്നുണ്ട്. എന്നാൽ ദൈവമക്കൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, നമ്മൾ ഇരുട്ടിനെ ഭയപ്പെടുന്നില്ല, നമ്മൾ പിശാചിനെ ഭയപ്പെടുന്നില്ല. ഹല്ലേലൂയ. we are not afraid of any dark forces. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ ഭയപ്പെടുന്നില്ല. ഹല്ലേലൂയ. ഇരുട്ടിനെ ഹല്ലേലൂയ അഭിമുഖീകരിക്കുവാനുള്ള ദൈവത്തിന്റെ കൃപ ദൈവം നമുക്ക് പകർന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം. ഹല്ലേലൂയ. ഈ ഇരുട്ടിലൂടെ യാത്ര ചെയ്യുന്ന ഹല്ലേലൂയ ശിഷ്യന്മാരെ ഒന്ന് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്തേ. ഹല്ലേലൂയ. നന്നാ രാവിലെ എഴുന്നേറ്റു, നെറ്റൊക്കെ എടുത്തു, ഹല്ലേലൂയ ഹല്ലേലൂയ വള്ളത്തിൽ അല്ലെങ്കിൽ ബോട്ടിൽ വെച്ചു. സ്തോത്രം. ഇരുട്ടിലൂടെ ഹല്ലേലൂയ വെള്ളത്തിൽ കൂടെ ഹല്ലേലൂയ സമുദ്രത്തിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഹല്ലേലൂയ അലമാലകൾ തിരമാലകൾ ഒക്കെ വന്നടിക്കും. ഹല്ലേലൂയ. ഒന്നും കാണത്തില്ല. ഹല്ലേലൂയ. absolutely nothing they are seeing. hallelujah. But let me tell you, hallelujah, അവർ വിശ്വാസത്തോടെ വലയെടുത്ത് എറിയുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ ഹല്ലേലൂയ. കർത്താവ് എന്തുകൊണ്ടാണ് ഒരു പറ്റം ഹല്ലേലൂയ മുക്കന്മാരെ വിളിച്ചു ഹല്ലേലൂയ കൂട്ടിയത്? അവർക്കൊരു വിശ്വാസമുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ്. What is faith? Hallelujah. Hebrew chapter 11. Hallelujah. Hallelujah. Faith is the substance of things which you have not seen. Hallelujah. ദൈവം ഹല്ലേലൂയ വിശ്വാസം തന്നിരിക്കുന്നതുമാണ്. നീ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയത്തോടുകൂടെ നീ വലയെറിയുവാനാണ് ദൈവം നിന്നെ വിളിച്ചു വർദ്ധിച്ചത്. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ
നിന്റെ ചുറ്റുപാടും ഇരിക്കുന്ന അനേക കസേരകൾ എംറ്റിയാണ്. എന്നാൽ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ബദലെ വിശ്വാസത്തോടുകൂടെ നീ വലയെറിയുക, വിശ്വാസത്തോടുകൂടെ നീ വചനം എറിയുക, വിശ്വാസത്തോടുകൂടെ നീ വിത്തെറിയുക. ഹല്ലേലൂയ. വിശ്വാസത്തോടുകൂടെ നീ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി അമർത്തി കുലുക്കി കവിയുന്ന നല്ല അളവ് നിന്റെ മടിയിൽ തന്ന് ദൈവത്തിനെ മാനിക്കുന്ന ദിവസങ്ങൾ അധികം വിദൂരമല്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. കരങ്ങളടിച്ച് അല്പസമയം ആരാധിച്ചേ. ഹല്ലേലൂയ. ആ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവർക്കും കരങ്ങളെ അടിച്ച് അഭിഷേകം പ്രാപിച്ചവർ അന്യഭാഷയിൽ അല്പസമയം ഒന്ന് ആരാധിച്ചേ. സ്തോത്രം. ആ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. ആ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. ദൂതകരാജല ജൂരകടന്തല വേറവരക്ഷല യാരകര തലയോരകടന്തലവേറി. ഹല്ലേലൂയ. നീ വിസ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ജോലി കണ്ടിട്ടില്ല, നീ വരുമാനം കണ്ടിട്ടില്ല. ഹല്ലേലൂയ. നിന്റെ കസ്റ്റമറിനെ നീ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. നിന്റെ ഹല്ലേലൂയ പഠിത്തത്തിന്റെ വിജയം നീ കണ്ടിട്ടില്ല. ഉടമന ക്ഷന്തലാജലക്ഷല വിതളവേർ ഉന്തകരക്ഷലാദലക്ഷല നിന്റെ തലമുറയുടെ ഭാവി നീ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ വിശ്വാസിയെ, കർത്താവിനെ പിൻപറ്റുന്ന ദൈവത്തിന്റെ ബദലേ ഹല്ലേലൂയ, നീ വിശ്വാസത്തോടുകൂടെ ഇരുട്ടിനെ പേടിക്കാതെ മുൻപോട്ട് പോയി. ഹല്ലേലൂയ. വിശ്വാസത്തോടുകൂടെ നീ വലയെറിയുമ്പോൾ ഹല്ലേലൂയ, വെള്ളത്തിനകത്ത് മീനുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുകൊണ്ടല്ല വലയെറിയുന്നത്. ഹല്ലേലൂയ. സുവിശേഷീകരണത്തിന് വേണ്ടി ഹല്ലേലൂയ വിളിച്ചിരിക്കുന്ന അറ്റ്ലാന്റ ക്രിസ്ത്യൻ ചർച്ച് ദൈവസഭയെ, ഹല്ലേലൂയ, എന്നെയും നിന്നെയും ദൈവം തിരഞ്ഞെടുത്തത് ഹല്ലേലൂയ ഇരുട്ടിനെ ഭയപ്പെട്ട് മാറിയിരിക്കുവാനല്ല. ഹല്ലേലൂയ. വിശ്വാസത്തോടുകൂടെ നീ സ്തോത്രം ചെയ്യുക, വിശ്വാസത്തോടുകൂടെ നീ ദൈവത്തെ ആരാധിക്കുക, വിശ്വാസത്തോടുകൂടെ നീ എഴുന്നേൽക്ക, വിശ്വാസത്തോടുകൂടെ ഹല്ലേലൂയ നീ സ്തോത്രം പറഞ്ഞ് ദേശത്ത് നടുകയും കുറുകയും നടക്ക. ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, ദൈവം നിന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. Hallelujah, hallelujah. Casting the net by faith, nothing they see. Praise the Lord. Hallelujah. They don't give up easily. അതാണ് മുക്കന്മാരുടെ വേറൊരു പ്രത്യേകത. Praise the Lord. നന്നാ രാവിലെ 2 മണിക്കും 3 മണിക്കും എഴുന്നേറ്റ് ഹല്ലേലൂയ നെറ്റ് കാസ്റ്റ് ചെയ്യാൻ പോകുന്നതായ ഫിഷർമെൻ, they don't give up. They are going to stay all day long. Then hallelujah, they are going to stay all night long. ആ ഭാഗമൊക്കെ എടുക്കാൻ എനിക്ക് സമയമില്ലല്ലോ. ശിഷ്യന്മാരുടെ അടുത്തേക്ക് കർത്താവ് എന്നിട്ട് ഹല്ലേലൂയ, നിങ്ങൾ നെറ്റൊക്കെ കാസ്റ്റ് ചെയ്തോ, നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലയോ? ഹല്ലേലൂയ, നാഥ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അഡ്മിറ്റ്. ഹല്ലേലൂയ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ വന്നിരുന്ന പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് ഇവിടെ ശക്തമായി ഇടപെട്ടു. I was in tears. I'm admitting. Admit. നമ്മൾ സമ്മതിച്ചു കൊടുക്കുന്നവരെ ദൈവം കാത്തിരിക്കും. ഇന്ന് നമുക്കൊന്ന് സമ്മതിക്കാം. Let's admit. കർത്താവെ, ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. കർത്താവ്, ഞങ്ങൾ ജോലി ചെയ്തു, എന്നാൽ ഒന്നും മിച്ചമില്ല. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിച്ചു, എന്നാൽ മറുപടിയില്ല. കർത്താവെ, ഞങ്ങൾ ജീവിച്ചു, പക്ഷേ ഞങ്ങൾക്കൊരു ഹല്ലേലൂയ ഭാവി ഞങ്ങൾക്ക് കാണുന്നില്ല. സ്തോത്രം. കർത്താവെ, ഞങ്ങൾ വിശ്വാസത്തോടെ വലയെറിഞ്ഞു, പക്ഷെങ്കിൽ ഹല്ലേലൂയ എവരിതിങ് ഈസ് എംപ്റ്റി. ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ദൈവത്തിന്റെ ബദലേ God Almighty is going to direct to you where to cast the net. ഈ ദൂത് ഏറ്റെടുത്തു. Hallelujah. Count it. How many years you become a Christian? How many years you got saved? How many years, hallelujah,
you got baptized? How many years you are faithfully coming into the church and giving the tithe and offering? Hallelujah. How many years you are faithfully serving the Lord? How many years you are choosing the footstep of Jesus Christ? Hallelujah. Today is the day. Hallelujah. God Almighty is, hallelujah, redirecting you. Praise the Lord. Hallelujah. ഈ ദൂത് ഏറ്റെടുത്തോ. Hallelujah. ദൈവം റീഡയറക്റ്റ് ചെയ്യാണ്. Hallelujah. If you are willing to get up in the morning and pray, if you are willing to work day and night, if you are willing to, hallelujah, cast the net, hallelujah, against the odds, hallelujah, if you are not afraid of darkness and going forward, hallelujah, God Almighty is telling you where to cast the net. Hallelujah. എവിടെ, hallelujah, വലയിറക്കണമെന്ന് ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ അതനുസരിച്ച്, hallelujah, എക്സ്ക്യൂസ് ഒന്നും പറയാതെ, hallelujah, അതനുസരിച്ച് വലയുറക്കുന്ന ശിഷ്യന്മാർക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അവർ ഒരിക്കലും ഒരു എംബാരസ്മെന്റിലേക്ക് പോകത്തില്ല. അവർ ഒരിക്കലും ഒരു ഹല്ലേലൂയ 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 പ്രയാസത്തിലേക്ക് പോകത്തില്ല. ഇല്ലായ്മയ്ക്ക് പോകത്തില്ല. ഹല്ലേലൂയ. There is no lack in the house of the Lord. അവർ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരത്തില്ല. കാരണം എന്ന് ചോദിച്ചാൽ ഗുരുവും നാഥനുമാകുന്ന കർത്താവിന്റെ വാക്കാണ് അവർ കേട്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനെ അനുസരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീയും നിന്റെ കുടുംബവും ലജ്ജിക്കത്തില്ല. കർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ബിസിനസ് നഷ്ടപ്പെടത്തില്ല. കർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് രോഗമെന്ന്, ഹല്ലേലൂയ, തരിപ്പണമാകത്തില്ല. ഉടമന ശന്തലാജലക്ഷല വിതലവരെ കർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ തലമുറ, ഹല്ലേലൂയ, നശിച്ചു പോകത്തില്ല. കാരണം എന്ന് ചോദിച്ചാൽ, you are an obedient child of God. You are the follower of Jesus Christ. You are casting the net and God is going to give you the abundance. Praise the Lord. ഏഴാമത്തെ കാര്യം പറയാൻ സമയമില്ല, എന്നാൽ ഞാൻ വായിച്ചു പറയാം. They experienced nothing and they experienced abundance. ഹല്ലേലൂയ. എന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. ഈ മുക്കന്മാരെ എടുത്ത് നോക്കിക്കേ. അവരുടെ വീട്, അവരുടെ വസ്ത്രം, അവരുടെ ജീവിത രീതി എല്ലാം വളരെ സിമ്പിളാണ്, വളരെ ലളിതമാണ്. They are so humble. Hallelujah. Maybe they have only one, hallelujah, pair of clothes. Hallelujah. Maybe, hallelujah, they are so poor. They are so much in lackness. Hallelujah. ഒന്നുമില്ലായ്മയിൽ കൂടെ അവർക്ക് ജീവിക്കാൻ അറിയാം. ഒരു പാമതി അല്ലെങ്കിൽ ഒരു പാ പോലും ഇല്ലാതെ, ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ തലയണ പോലും ഇല്ലാതെ, ഹല്ലേലൂയ ഫ്ലോറിൽ കിടന്നുറങ്ങാൻ അവർ തയ്യാറാണ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം പടിപടിയായി ഉയർത്തുമ്പോൾ they are experiencing abundance. ഹല്ലേലൂയ. വല കീറുമാർ, ഹല്ലേലൂയ, മത്സ്യത്തെ കൊടുക്കുവാനും ആ കർത്താവിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ഫോളോ ചെയ്യുന്ന ദൈവത്തിന്റെ പൈതലേ, സ്തോത്രം. ഹല്ലേലൂയ. Maybe you don't have nothing. Hallelujah. Maybe you have abundance. Hallelujah. At any season of life, hallelujah, you are always focused and follow the footstep of Jesus Christ. That is the true Christian, hallelujah, character, hallelujah, for every child of God. Hallelujah. ദൈവമക്കളെ, ഇല്ലായ്മയിലും ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. പ്രോസ്പെരിറ്റിയിലും ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. എന്നാൽ കർത്താവിൻ്റെ ചുവട് അനുഗമിക്കുന്ന, ഹല്ലേലൂയ, കാര്യം ഒരിക്കലും വിട്ടുകളയരുത്. പ്രൈസ് ദി ലോർഡ്. എത്ര ഉയർന്നാലും, എത്ര വളർച്ച പ്രാപിച്ചാലും, എത്ര ബാങ്ക് അക്കൗണ്ട് ഉണ്ടായാലും, എത്രമാത്രം, ഹല്ലേലൂയ, സ്ഥാനങ്ങളും മാനങ്ങളും ഉയർച്ചകളും നമ്മുടെ ജീവിതത്തിൽ വന്നാലും, ഹല്ലേലൂയ, കർത്താവിനെ, ഹല്ലേലൂയ, ഫോളോ ചെയ്യുവാൻ ഞാൻ ഇറങ്ങിത്തിരിച്ചു. ഐ എം എ ട്രൂ ഫോളോവർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം. എൻ്റെ കർത്താവിനെ പിൻപറ്റിയ നിമിത്തം എൻ്റെ കർത്താവിനെ ഒരിക്കലും ലജ്ജിപ്പിക്കത്തില്ല. സ്തോത്രം എന്ന് പറഞ്ഞ് സ്തോത്രം പറഞ്ഞു. എൻ്റെ ജോലി ദൈവം ലജ്ജിപ്പിക്കത്തില്ല. എൻ്റെ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ ഫ്യൂച്ചർ പ്ലാനുകളിൽ ദൈവം ലജ്ജിപ്പിക്കത്തില്ല എന്നൊരു ഉറപ്പ്, ഒരു ധൈര്യം ഇന്ന് പൽക്കാലം ഏറ്റെടുക്കുക. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അടിയങ്ങളെ മുറ്റുമായി സമർപ്പിക്കുന്നു. അങ്ങയുടെ വചനം ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ചല്ലോ. കർത്താവിനെ ഫോളോ ചെയ്യുവാൻ
കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചു. പലപ്പോഴും അങ്ങയുടെ പാത വിട്ട് ഞങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ പോയിട്ടുണ്ട്. കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കണം. അങ്ങയുടെ വചനപ്രകാരം ജീവിപ്പാൻ കർത്താവ് ഞങ്ങൾ കൃപ തരണം. ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയാൽ കർത്താവ് നിറയ്ക്കണം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ.